നമസ്കാരം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഓർണമെൻ്റൽ ഫിഷ് കൾച്ചറിലെ ആദ്യത്തെ ക്ലാസ് അക്വേറിയത്തിൽ വളർത്തുന്ന മത്സ്യങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മൾ ഈ ആദ്യത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. വീട്ടിനുള്ളിൽ അക്വേറിയം സൂക്ഷിക്കുന്ന ഹോബിക്ക് ഇന്ന് വളരെ അധികം പ്രചാരം ലഭിച്ചു വരികയാണല്ലോ. പ്രായഭേദമന്യേ എല്ലാ കുടുംബങ്ങൾക്കും വിനോദം പകരുന്ന ഒന്നാണിത്. ഒരു അക്വേറിയത്തിൽ തന്നെ വിവിധ ഇനം മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് കൂടുതൽ പ്രചാരം സിദ്ധിച്ചിട്ടുള്ളതും പ്രായോഗികമായതും. ഇതിനെ നമുക്ക് കമ്മ്യൂണിറ്റി അക്വേറിയം എന്ന് പറയാം. വിവിധ ഇനം മത്സ്യങ്ങൾ ഇതിനു വേണ്ടി ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ അക്വേറിയം സംരക്ഷണം വിജയകരവും രസകരവുമാകണമെങ്കിൽ വളർത്തുന്ന മത്സ്യങ്ങളുടെ ജീവിത രീതികളും പൊതുവായ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ധാരാളം മത്സ്യങ്ങൾ ലഭ്യമാണെങ്കിൽ പോലും ലഭ്യമായ എല്ലാ മത്സ്യങ്ങളും നമ്മൾ അക്വേറിയത്തിൽ ഉപയോഗിക്കാറില്ല. ഇവയ്ക്ക് ചില പ്രത്യേക ഗുണങ്ങൾ ആവശ്യമാണ്. താഴെ പറയുന്ന ഗുണങ്ങൾ ഉള്ള മത്സ്യങ്ങൾ മാത്രമേ അലങ്കാര മത്സ്യങ്ങളായിട്ട് വിജയിക്കുകയുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അസാധാരണ ഭംഗിയുള്ളവയും നിറങ്ങളുള്ളവയും ആയിരിക്കണം. കൂട്ടമായി വളർത്തുമ്പോൾ മറ്റു മത്സ്യങ്ങളെ ഉപദ്രവിക്കുന്നവ, ശല്യപ്പെടുത്തുന്നവ ആയിരിക്കരുത്. നമ്മൾ ടാങ്കിൽ നൽകുന്ന കൈത്തീറ്റ ഭക്ഷിക്കുന്നവയും ടാങ്കിൽ ജീവിക്കുന്നവയും ആയിരിക്കണം. അതുപോലെ വെള്ളത്തിൻ്റെ താപനിലയിലോ അമ്ലക്ഷാര ഗുണത്തിലോ മറ്റും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ളവ ആയിരിക്കണം. അതുപോലെ അക്വേറിയം ടാങ്കിൽ തന്നെ പ്രജനനം നടത്തുവാനും ആയാൽ അതും ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് അലങ്കാര മത്സ്യങ്ങളെ പൊതുവായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, എക്സോട്ടിക് ഓർണമെൻ്റൽ ഫിഷസ് അഥവാ വിദേശ അലങ്കാര മത്സ്യങ്ങൾ. രണ്ട്, ഇൻഡിജിനസ് ഓർണമെൻ്റൽ ഫിഷസ് അഥവാ തദ്ദേശീയ അലങ്കാര മത്സ്യങ്ങൾ. എന്താണ് ഈ എക്സോട്ടിക് ഓർണമെൻ്റൽ ഫിഷസ് എന്ന് പറഞ്ഞത്? നമ്മുടെ ആഭ്യന്തര വിപണിയിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ഈ കളർഫുള്ളായിട്ടുള്ള ഗപ്പി, ഗോൾഡ് ഫിഷ് തുടങ്ങിയ മത്സ്യങ്ങളാണ്. അവയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് യൂറോപ്പ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, അവിടെയൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവയെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ വീടുകളിലെല്ലാം വളർത്തുന്നതാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റിയ മത്സ്യങ്ങളാണ് എന്ന് കണ്ട് നമ്മൾ അവയെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തുന്നതാണ്. ഇത്തരത്തിലുള്ള എക്സോട്ടിക് ഓർണമെൻ്റൽ ഫിഷസ് ആണ് പ്രധാനമായിട്ടും ആഭ്യന്തര വിപണിയിലെ പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഇൻഡിജിനസ് ഓർണമെൻ്റൽ ഫിഷസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ നദികളിലെല്ലാം ഉത്ഭവിച്ച് അവിടെ കാണപ്പെടുന്ന പരൽ പോലത്തെ മത്സ്യങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇൻഡിജിനസ് ഓർണമെൻ്റൽ ഫിഷസ് എന്ന് പറയുന്നത്. അവയ്ക്ക് കളറ് അതൊക്കെ അല്പം കുറവായിരിക്കും, പക്ഷെ അവയ്ക്ക് മറ്റു ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിജിനസ് ഓർണമെൻ്റൽ ഫിഷസ് പ്രധാനമായിട്ടും നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റിലാണ് പ്രാധാന്യം വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അലങ്കാര മത്സ്യങ്ങളെ അവരുടെ പ്രജനന രീതിക്കനുസരിച്ചിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മുട്ടയിടുന്ന മത്സ്യങ്ങൾ അഥവാ എഗ് ലേയേഴ്സ് അല്ലെങ്കിൽ ഓവിപാരസ് മത്സ്യങ്ങളും പ്രസവിക്കുന്ന മീനുകൾ അഥവാ ലൈവ് ബെയറേഴ്സ് അല്ലെങ്കിൽ വിവിപാരസ് മത്സ്യങ്ങൾ എന്നിങ്ങനെയാണ് രണ്ടായിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ വിപണിയിൽ ലഭ്യമായ പ്രധാനപ്പെട്ട അലങ്കാര മത്സ്യങ്ങളെ അവയുടെ ശരീരപ്രകൃതിയുടെ അനുസരിച്ചിട്ട് പല കുടുംബങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരേ തരത്തിലുള്ള ശരീരപ്രകൃതിയുള്ളവരെ വിവിധ ഇനം മത്സ്യങ്ങളെ ഒരേ കുടുംബത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ചില കുടുംബങ്ങൾ നമ്മുടെ വിപണിയിൽ
വളരെ പ്രാധാന്യമുള്ള ചില മത്സ്യകുടുംബങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് എഗ് ലെയേഴ്സ് അല്ലെങ്കിൽ ഓവിപാരസ് മത്സ്യങ്ങൾ, മുട്ടയിടുന്ന മത്സ്യങ്ങളിലുള്ള മത്സ്യകുടുംബങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടാം. ആദ്യത്തെ ഫാമിലി സിപ്രിനിഡേ. സിപ്രിനിഡയിൽ വരുന്നത് ബാർബ്സ്, ഡാനിയോസ്, റാസ്ബോറാസ് എന്നിങ്ങനെയുള്ള മത്സ്യങ്ങൾ. ഇനി രണ്ടാമത്തെ ഫാമിലി ഷെരാസിഡേ. ഇതിൻ്റെ പേര് ടെട്രാസ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ ഫാമിലി സിക്ലിഡേ. സിക്ലിഡ്സ് ഒക്കെ വരുന്ന ഫാമിലിയാണ് സിക്ലിഡേ. ഇനി നാലാമത്തെ ഫാമിലി ഒസ്ഫ്രോനീമിഡേ. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ഒരു ഇതിൽ കുറച്ചുകൂടെ വിപുലമായിട്ട് പറയുന്നതാണ്. ഇനി അടുത്തത് ലൈവ് ബെയറസ് അഥവാ വിവിപാരസ് മത്സ്യങ്ങൾ, പ്രസവിക്കുന്ന മീനുകൾ. അതിൽ വരുന്നത് ഒരു ഫാമിലി, പ്രധാനമായിട്ടൊരു ഫാമിലിയാണ് പോയ്സിലിഡേ. അതിൽ 4 തരത്തിലുള്ള മത്സ്യങ്ങളാണ് വരുന്നത്: ഗപ്പി, പ്ലാറ്റി, സോട്ടെയിൽ, മോളി. ഇനി അവയുടെ വിവിധ വെറൈറ്റികളും ഉണ്ട്. ഇനി നമുക്ക് മുട്ടയിടുന്ന മത്സ്യങ്ങളിലെ എഗ് ലെയേഴ്സിലെ പ്രധാനപ്പെട്ട ഫാമിലികളിൽ കൂടെ ഒന്നുകൂടെ കൃത്യമായിട്ടൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഫാമിലി സിപ്രിനിഡേ. ആരൊക്കെയാണ് ഈ സിപ്രിനിഡേ ഫാമിലിയിലുള്ളത്? നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു ഫിഷാണ് ഗോൾഡ് ഫിഷ്. അപ്പോൾ ഈ സിപ്രിനിഡേ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ കുടുംബമാണ്. കാർപ്പുകൾ എന്നാണ് ഇവ സാധാരണ അറിയപ്പെടുന്നത്. ഇവയും മുട്ടയിടുന്ന മത്സ്യങ്ങളാണ് കൂടുതലുള്ളത്. പൊതുവെ ശാന്ത സ്വഭാവം ഉള്ള മത്സ്യങ്ങളാണ് ഇതിൽ. നമ്മുടെ ഗോൾഡ് ഫിഷിന് നോക്കിയാൽ തന്നെ അറിയാം, അവയ്ക്ക് ശാന്തമായിട്ടുള്ളൊരു സ്വഭാവമാണ്. പൊതുവെ ശാന്ത സ്വഭാവമുള്ള മത്സ്യങ്ങളാണ് ഈ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി അക്വേറിയത്തിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നന്നായിട്ട് ജീവിച്ചു പോകുന്ന നല്ല മത്സ്യങ്ങളാണ് ഇവ. ഇത് കൂടാതെ ജൈൻറ്റ്, സീബ്ര, പേൾ, ഡാനിയോസും ബാർബ്സും ഒക്കെ ഉണ്ട്. റോസി ബാർബ്, ടൈഗർ ബാർബ് തുടങ്ങിയ ബാർബുകൾ. വിവിധ ഇനം അക്വേറിയ മത്സ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗണമാണ് ഈ ബാർബുകൾ. അക്വേറിയത്തിൻ്റെ പ്രത്യേകിച്ച് അവ ഇങ്ങനെ കൂട്ടമായിട്ട് നടക്കുന്ന ഒരു പ്രകൃതക്കാരാണ്. അപ്പോൾ കൂട്ടമായിട്ട് ഇങ്ങനെ പോകുന്നത് അക്വേറിയത്തിനൊരു പ്രത്യേക ഒരു ഭംഗി നൽകുന്നതാണ്. ഇനി ഈ കുടുംബത്തിൽ തന്നെ മറ്റൊരു അംഗമാണ് സീബ്ര മത്സ്യം. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഒരു മത്സ്യമാണ് സീബ്ര മത്സ്യം. അവയ്ക്ക് കുറച്ചധികം മത്സ്യങ്ങളിങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി അക്വേറിയത്തിൽ നടക്കുന്നത് ഭയങ്കര അതിൻ്റെ ഒരു ഉന്മേഷം, അത് വളരെ നല്ല ഒരു ഭംഗി കൂട്ടുന്നതിന് നല്ലതാണ്. ഇനി അടുത്ത ഫാമിലിയാണ് ചരാസിഡേ. താരതമ്യേന വലിപ്പം കുറഞ്ഞ അക്വേറിയം മത്സ്യങ്ങളാണ് ഈ കുടുംബത്തിലുള്ളത്. ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മുതുച്ചിറകും ഒരു വാസപത്രവുമാണ്. വാസപത്രം എന്ന് പറഞ്ഞാൽ അഡിപ്പോസ് ഡോർസൽ ഫിൻ. ഇവയും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അവയ്ക്കും പക്ഷേ മാതൃസംരക്ഷണം മുട്ടകൾക്കോ കുഞ്ഞുങ്ങൾക്കോ നൽകുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടെയുണ്ട്. അക്വേറിയം മത്സ്യങ്ങളായി വളരെയധികം പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു കൂട്ടം മത്സ്യങ്ങളാണ് ടെട്രാകൾ. നമുക്ക് ഫോട്ടോയിൽ കാണാം, ഇവ വളരെ ഭംഗിയുള്ള വർണ്ണ മത്സ്യങ്ങളാണ്. വളരെയധികം വർണ്ണ വൈവിധ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ ഇനങ്ങൾ കമ്മ്യൂണിറ്റി അക്വേറിയത്തിൽ വളരെയധികം യോജിച്ചു. ഇനി അടുത്ത ഫാമിലി സിക്ലിഡേ.
ഏഞ്ചൽ ഫിഷ് അഥവാ മാലാഖ മത്സ്യം ഉൾപ്പെടുന്ന കുടുംബമാണിത്. സാധാരണ ഏഞ്ചൽ, ഗോൾഡൻ ഏഞ്ചൽ, വൈറ്റ് ഏഞ്ചൽ, മാർബിൾ ഏഞ്ചൽ, വെയിൽ ഏഞ്ചൽ എന്നിങ്ങനെ പല ഇനങ്ങളുണ്ട് ഏഞ്ചൽ മത്സ്യങ്ങൾക്ക്. നന്നായി പരന്ന വട്ടശരീരവും വളരെ ഉയർന്ന നീണ്ട മുതുച്ചിറകുമാണ് അവയുടെ പ്രത്യേകത. പൊതുവെ ഇവരും ശാന്ത സ്വഭാവമുള്ളവരാണ്. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുട്ടകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിൽ പേരുകെട്ടവയാണിവ. ചിറകുകൾ ഉപയോഗിച്ച് മുട്ടകളെ വീശുക, വായ്ക്കകത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുക, അങ്ങനെ സംരക്ഷിക്കുക എന്നിങ്ങനെ പലതരത്തിലുള്ള സംരക്ഷണ പ്രക്രിയകൾ ഇവ കാണിക്കുന്നുണ്ട്. മാലാഖ മത്സ്യം കൂടാതെ ഡിസ്കസ്, ഫയർമൗത്ത്, സെവറം, ഓസ്കാർ എന്നിങ്ങനെ നിരവധി ഇനം മത്സ്യങ്ങൾ ഈ കുടുംബത്തിൽ പെടുന്നുണ്ട്. അടുത്ത ഫാമിലി ഓസ്ഫ്രോനിമിഡേ. ഈ കുടുംബത്തിൽപ്പെട്ട മത്സ്യങ്ങളുടെ ഒരു പ്രത്യേകത അവയുടെ ചെകിളുകൾക്കുള്ളിൽ ലാബിറിന്തൈൻ ഓർഗൻ, ഒരു പ്രത്യേക ശ്വസന അവയവം ഉണ്ട്. അത് കാരണം തന്നെ ഇവയ്ക്ക് വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്ന ഓക്സിജൻ കൂടാതെ അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ഓക്സിജൻ ശ്വസിക്കുവാൻ സാധിക്കും. പത പോലെ പൊങ്ങിക്കിടക്കുന്ന കൂടുകളിൽ മേലിലാണ് ഇവയുടെ മുട്ടകൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നത്. മുട്ടകൾ വിരിയുന്നത് വരെ ആൺമത്സ്യം കാത്തു സൂക്ഷിക്കും. സയമീസ് ഫൈറ്റിംഗ് ഫിഷ്, ഗൗരാമി, മാക്രോപോഡസ് എന്നിവയാണ് സാധാരണയായി ഈ കുടുംബത്തിൽ കാണുന്ന മത്സ്യ ഇനങ്ങൾ. ഇനി അടുത്ത ഫാമിലി കൊബിറ്റിഡേ. ലോച്ചുകൾ എന്ന് സാധാരണയായി അറിയപ്പെടുന്ന ഇവ താരതമ്യേന വലിപ്പം കുറഞ്ഞവയാണ്. ഏറ്റവും കൂടുതൽ വലിപ്പം വയ്ക്കുന്ന ഇനങ്ങൾക്ക് 30 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുണ്ട്. മിക്കവാറും ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മത്സ്യങ്ങളും വിരകൾ പോലെ നീണ്ട് ഉരുണ്ടവയാണ്. ശരീരത്തിൻ്റെ അടിഭാഗം പരന്നതായിരിക്കും. ഇതാണ് ഇവയുടെ പ്രത്യേകത. ഇവയിൽ പ്രധാനപ്പെട്ട ലോച്ചുകൾ കൂലി ലോച്ച്, ടൈഗർ ലോച്ച് എന്നിങ്ങനെയുള്ള ഇനങ്ങളാണ്. ഇനി നമുക്ക് പ്രസവിക്കുന്ന മത്സ്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിലുള്ള ഫാമിലിയാണ് പോയിസീലിഡേ. കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയുന്ന മത്സ്യങ്ങളാണിവ. വളരെ സർവ്വസാധാരണമായി നമ്മളെപ്പോഴും കാണുന്ന നമ്മുടെ അക്വേറിയത്തിൻ്റെ ജീവൻ എന്ന് കരുതപ്പെടുന്ന ഗപ്പി ഈ കുടുംബത്തിലെ അംഗമാണ്. കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവ കാണിക്കുന്നുണ്ട്. സോട്ട് ടെയിൽ, മോളി, പ്ലാറ്റി എന്നിവയാണ് മറ്റ് അംഗങ്ങൾ. അക്വേറിയത്തിൽ സൂക്ഷിക്കുന്നതിന് ഏറ്റവും ഉചിതമായ ഒരിനമാണ് ഗപ്പി. വിവിധ വർണ്ണങ്ങളിൽ ഉള്ള കുത്തുകളും പുള്ളികളും ഇവയുടെ ശരീരത്തിലും വാലുകളിലും എല്ലാം കാണാം. ഇവ ഇങ്ങനെ നിറപ്പകിട്ടാർന്ന ആൺമത്സ്യങ്ങൾ പിൻചിറക് വളരെ നീണ്ട് പുറകോട്ടൊഴുകി കിടക്കുന്നതാണ്. വളരെ ഭംഗിയുള്ള ഗപ്പി മത്സ്യം. വളരെ സാധാരണയായി അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു മത്സ്യമാണ് സോട്ടെയിൽ. റെഡ് സോട്ടെയിൽ, ഗ്രീൻ സോട്ടെയിൽ എന്നിങ്ങനെ പലതരങ്ങളുണ്ട്. സോട്ടെയിൽ ഇനത്തിൽ വളരെ അടുത്ത ബന്ധുവാണ് പ്ലാറ്റി. സോട്ടെയിലിനോടൊപ്പം പ്രചാരമുള്ള മറ്റൊരു ഇനമാണ് മോളികൾ. ബ്ലാക്ക് മോളി, ഗോൾഡൻ മോളി, സിൽവർ മോളി, ഓറഞ്ച് മോളി എന്നീ ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. നമ്മൾ തദ്ദേശീയ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ച്, തനത് അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് തനത് മത്സ്യങ്ങൾ, നമ്മുടെ തദ്ദേശീയ അലങ്കാര മത്സ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം.
ലോകമെമ്പാടുമുള്ള 18 ജൈവ ഖനികളിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമഘട്ടവും ഉത്തരപൂർവ്വഘട്ടങ്ങളും. ഈ പ്രദേശത്ത് ധാരാളമായിട്ട് അലങ്കാര മത്സ്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. മത്സ്യങ്ങളിലെ കേരള സുന്ദരി എന്ന പേരിനർഹയായ ഒരു മത്സ്യമാണ് ചെങ്കണിയാൻ എന്ന സാധാരണ പേരിൽ അറിയപ്പെടുന്ന സഹ്യാദ്രിയ ഡെനിസോൺ. നീണ്ട ഉരുണ്ട ശരീരവും മുൻഭാഗവും പിൻഭാഗവും വണ്ണം കുറഞ്ഞും മധ്യഭാഗം വണ്ണം കൂടിയും ഉള്ള കടഞ്ഞെടുത്ത ശരീരപ്രകൃതമാണ് ഇവയുടെ പ്രത്യേകത. ഇനി മറ്റൊരു മത്സ്യം മെലൻ ബാർബ് എന്ന് വിളിക്കുന്ന പുണ്ടിയസ് മെലനാംബിക്സ്. ടൈഗർ ബാർബിൽ നിന്ന് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുകയില്ല. ശരീരത്തിന് കുറുകെ വീതിയുള്ള 3 ബാൻഡുകൾ ഉള്ളതുകൊണ്ടാണ് ഇവയെ വാഴയ്ക്ക വരയൻ എന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. ഇനി പുണ്ടിയസ് ജനുസിൽപ്പെട്ട മറ്റു പല മത്സ്യങ്ങളും കേരളത്തിലെ നദികളിലുണ്ട്. പുണ്ടിയസ് മത്സ്യങ്ങൾ പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത് പൂന്തോട്ട മത്സ്യങ്ങൾ എന്നാണ്. വർണ്ണ വൈവിധ്യമാർന്ന ഏകദേശം 30 സ്പീഷീസുകൾ ഇന്ത്യ ഒട്ടാകെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരിനമാണ് പുണ്ടിയസ് ഫിലമെൻറ്റോസസ്. കൊടിപ്പരൽ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. വാലറ്റൻ ചുവപ്പും കറുപ്പും കലർന്ന നിറങ്ങളിൽ അവസാനിക്കുന്നത് കൊണ്ടാകാം ഈ പേര് ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മത്സ്യം കല്ലുരുട്ടി, കല്ലുനക്കി എന്നീ ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു മത്സ്യമാണ് ഗാര. ഗാരയുടെ പല സ്പീഷീസുകൾ ഉണ്ടെങ്കിലും ഗാര മുള്ളിയ എന്ന സ്പീഷീസാണ് സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നത്. പ്രകൃതിയിൽ എപ്പോഴും ഒഴുക്കിനെതിരെ കല്ലുകൾക്കിടയിലൂടെ നീന്തിക്കയറുന്നതിന് ഈ മത്സ്യത്തിന് അസാമാന്യ പാടവമാണുള്ളത്. കാഴ്ചയ്ക്കുള്ള ഭംഗിയേക്കാൾ കൂടുതൽ അക്വേറിയം ടാങ്കുകൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് ഇവയ്ക്ക് ഉള്ള പങ്കാണ് ഏറ്റവും അലങ്കാര മത്സ്യങ്ങളിലെ ഇവയെ ശ്രദ്ധേയയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് സമുദ്രജല അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ച് നോക്കാം. ശുദ്ധജലത്തിൽ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന അക്വേറിയങ്ങൾ ഇന്ന് ലോകമെമ്പാടും സർവ്വസാധാരണമായി കഴിഞ്ഞു. എന്നാൽ സമുദ്രത്തിലെ അലങ്കാര മത്സ്യങ്ങളെ അക്വേറിയത്തിൽ വളർത്തുന്ന രീതിക്ക് സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമേ പ്രചാരം സിദ്ധിച്ചിട്ടുള്ളൂ. പവിഴപ്പുറ്റുകളും പാറകളുമുള്ള പ്രദേശങ്ങളിലാണ് സമുദ്രത്തിലെ അലങ്കാര മത്സ്യങ്ങൾ വസിക്കുന്നത്. കടൽ ചണ്ടികൾക്കിടയിലും ഇവ കണ്ടുവരുന്നുണ്ട്. ഗൾഫ് ഓഫ് മന്നാറിലും പാക് ബേയിലും ഗൾഫ് ഓഫ് കച്ചിലും ഇന്ത്യൻ കരയോട് ചേർന്ന പ്രദേശങ്ങളിലും ഇവയെ ധാരാളമായി കാണാം. എന്നാൽ ദ്വീപ് സമൂഹങ്ങളായ ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ പ്രദേശങ്ങളിലുമാണ് ഇവയെ വളരെയധികം കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഇനങ്ങളുടെ വൈവിധ്യവും എണ്ണവും കണക്കിലെടുത്താൽ ലക്ഷദ്വീപ് പ്രദേശമാണ് അലങ്കാര മത്സ്യങ്ങളുടെ ഏറ്റവും സമ്പന്നമായ ആവാസസ്ഥലം. ഇനി നമുക്ക് സമുദ്രജല അലങ്കാര മത്സ്യങ്ങളിലെ പ്രധാനപ്പെട്ട കുറച്ച് കുടുംബങ്ങളെയും അവയുടെ അംഗങ്ങളെയും മാത്രം നമുക്ക് ഒന്ന് നോക്കിപ്പോകാം. ആദ്യത്തെ ഫാമിലി പോമാസെൻട്രിഡേ. നമ്മുടെ ക്ലൗൺ ഫിഷസും ഡാംസൽ ഫിഷസും എല്ലാം വരുന്നതാണ് ഈ ഫാമിലി. രണ്ടാമത്തെ ഫാമിലി കീറ്റോഡോണ്ടിഡി. ലവണജല മത്സ്യങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളതെന്ന് അവകാശപ്പെടുന്ന ഒരു കുടുംബാംഗമാണ് ഈ കീറ്റോഡോണ്ടിഡയിലെ ഏഞ്ചൽ മത്സ്യങ്ങളുടെയും ചിത്രശലഭ മത്സ്യങ്ങളുടെയും.
അവയിലുള്ള പ്രധാനപ്പെട്ട മത്സ്യങ്ങളാണ് ബട്ടർഫ്ലൈ ഫിഷ്, ബാനർ ഫിഷ്, കോറൽ ഫിഷ് എന്നിവയെല്ലാം. ഇനി മറ്റൊരു ഫാമിലിയാണ് ലാബ്രിഡേ. റാസസുകളാണ് അവയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട സമുദ്രജല അലങ്കാര മത്സ്യ ഫാമിലിയാണ് എക്കാന്തൂറിഡേ. അവയിലെ അംഗങ്ങളാണ് സർജിയൻ ഫിഷസ്, ടാങ്സ്, യൂണിക്കോൺ ഫിഷസ്